സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണ വിവാദത്തിൽ CPM-ന് അതൃപ്തി. ജില്ലാ നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിലപാട് അപക്വമാണ് എന്ന് പാർട്ടി വിലയിരുത്തി. കരാറുകാരെ തൊട്ടപ്പോൾ ചേർത്ത് പൊളിയെന്നായിരുന്നു മന്ത്രി റിയാസിന്റെ പരാമർശം. എന്നാൽ തനിക്കെതിരെ വിമർശനം ഉയർന്നുവെന്ന വാർത്ത അസംബന്ധമാണെന്നും ആയിരുന്നു റിയാസിന്റെ പ്രതികരണം. അസംബന്ധ വാർത്തയാണെന്ന് MV ഗോവിന്ദ മാസ്റ്റർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ള അസംബന്ധമായൊരു വാർത്ത. നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുള്ളായി കൊടുക്കാമായിരുന്നു. എല്ലാവരും കൂടി കസേര എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു, എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരം വിധം രക്ഷപ്പെട്ടു എന്ന് വന്ന ഒന്നും കൂടി കളർഫുൾ ആകുമായിരുന്നു. സൈഫ് സൈനുലാബ്ദീൻ വിവരങ്ങളുമായി ചേരുന്നു. സൈഫ്, ഈ വിഷയം ഇതോടുകൂടി കെട്ടടങ്ങുകയാണോ? പാർട്ടിക്കുള്ളിൽ ആ വിവാദം അങ്ങനെ കെട്ടടങ്ങുമെന്ന് തോന്നുന്നില്ല. പാർട്ടി നേതൃത്വത്തിന് ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. രണ്ട് തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒന്ന്, കടകംപള്ളി സുരേന്ദ്രൻ ഈ റോഡുകളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വിമർശനം, അത് തിരുവനന്തപുരത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ മേയറെ ഇരുത്തിക്കൊണ്ട് പറയുകയായിരുന്നു. കരാറുകാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് താൻ പറഞ്ഞതെന്ന് അദ്ദേഹം പിന്നീട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രിയുടെ കടുത്ത ഭാഷയിലുള്ള ചില വിമർശനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹം ആദ്യം സൂചിപ്പിക്കുന്നത് കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളി, ഇത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്, പറയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും എന്ന ധ്വനി വരുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങൾ പുറത്തു വരുന്നത്. അത് കടകംപള്ളി സുരേന്ദ്രനെ ഉദ്ദേശിച്ചായിരുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പുറത്തു വരികയും ചെയ്തു. ജില്ലയിലുള്ള നേതാക്കന്മാർക്ക് കടുത്ത അതൃപ്തി ഈ വിഷയത്തിലുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച ചേർന്നപ്പോൾ ഈ വിഷയം പാർട്ടി യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണ്, ഇടതുമുന്നണിയാണ്. മന്ത്രി ഇങ്ങനെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അത് കോർപ്പറേഷൻ ഭരണത്തെ കൂടി ബാധിക്കും. ജില്ലയിലെ നേതാക്കന്മാരെ സംശയത്തിന് നിഴലിൽ നിർത്തുന്ന തരത്തിലായിപ്പോയി ആ പ്രതികരണം. അത് അപക്വമായിപ്പോയി. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒരു ജാഗ്രത പാലിക്കണമായിരുന്നു. മന്ത്രിക്ക് ആ ജാഗ്രത ഉണ്ടായിരുന്നില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ യോഗത്തിൽ തന്നെ പറഞ്ഞു. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മന്ത്രിമാരും ഈ നിലപാട് ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ യോഗത്തിൽ സൂചിപ്പിച്ചത്. ഇങ്ങനെ വിമർശനം ഉണ്ടായതിന് പിന്നാലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു വിശദീകരണ യോഗത്തിൽ നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. താൻ കടകംപള്ളി സുരേന്ദ്രനോ മറ്റേതെങ്കിലും നേതാക്കളെ ഉദ്ദേശിച്ചല്ല ഈ പരാമർശം നടത്തിയത് എന്നുള്ളതായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനുശേഷം നിയമസഭ ചേർന്നപ്പോൾ കടകംപള്ളി സുരേന്ദ്രനൊപ്പമുള്ള ഒരു സെൽഫി അദ്ദേഹം ഫേസ്ബുക്കിൽ ഇടുകയുണ്ടായി. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്ന ധ്വനി വരുന്ന തരത്തിലായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ടായിരുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ വലിയ അമർഷമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് വിഷയം വരികയും ചർച്ചയാവുകയും ചെയ്തത്. മന്ത്രി തന്നെ വിശദീകരിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഈ വാർത്ത അസംബന്ധമാണ് എന്ന് മന്ത്രിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം പറയുന്നുണ്ട്. അത് അവരങ്ങനെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്ന രീതിയിലുള്ള പ്രതികരണമായി കണ്ടാൽ മതി. ഇങ്ങനൊരു സംഭവം എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അജിംസ്, ശരി.